പ്രകാശധാര. എന്താണ് വീനസ് അൾസർ? ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി സംസാരിക്കുന്നു. വീനസ് അൾസർ കാലുകളിൽ വെരിക്കോസ് വെയിൻ ദീർഘനാളായി തുടരുന്ന രോഗികളിലാണ് കണങ്കാലിനോട് ചേർന്ന് വീനസ് അൾസർ കണ്ടുവരുന്നത്. വെരിക്കോസ് വെയിൻ വരുന്ന ഞരമ്പുകളനുസരിച്ച് കണങ്കാലിൻ്റെ ഉള്ളിലോ പുറത്തോ ആണ് സാധാരണയായി വ്രണമുണ്ടാവുന്നത്. വ്രണമുണങ്ങാൻ താമസം വരുന്നു എന്നുള്ളതും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവുന്നു എന്നുള്ളതുമാണ് വീനസ് അൾസറിൻ്റെ പ്രധാന പ്രശ്നം. മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു രോഗം എന്ന നിലയ്ക്ക് ചികിത്സയുടെ ഫലം ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന അവസ്ഥ പൊതുവെ ഈ രോഗത്തിൽ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് മനസ്സിലാക്കാം. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോകുന്ന രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഞരമ്പുകൾ തടിച്ച് വീർത്ത് പിണഞ്ഞ് കാണുന്നതിനെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. കാലിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് എങ്കിലും ശരീരത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലും വെരിക്കോസ് വെയിൻ ഉണ്ടാകാം. കാലിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ മലദ്വാരത്തിനുള്ളിലെ രക്തം തിരിച്ചു കൊണ്ടുപോകുന്ന ഞരമ്പുകൾ തടിച്ച് വീർത്തു വരുന്ന അവസ്ഥയാണ് പൈൽസ് എന്ന അസുഖം. മനുഷ്യർ ഇരുകാലുകളിൽ നിൽക്കുമ്പോൾ ഓക്സിജൻ നീക്കം ചെയ്തു കഴിഞ്ഞ രക്തം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു വശത്തേക്ക് മാത്രം തുറക്കുന്ന വാൽവുകളുടെ പ്രവർത്തനമാണ് സഹായിക്കുന്നത്. ഈ വാൽവുകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കാതെ വരുമ്പോഴാണ് വെരിക്കോസ് വെയിൻ രൂപപ്പെടുന്നത്. എന്തൊക്കെയാണ് വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കാം. പല രോഗികളിലും ആദ്യഘട്ടങ്ങളിൽ വെരിക്കോസ് വെയിൻ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും കാണിക്കില്ല. പിന്നീടുള്ള ഘട്ടങ്ങളിൽ കണങ്കാലിനോട് ചേർന്ന് വരുന്ന കട്ടുകഴപ്പ്, കാലുകൾക്ക് അനുഭവപ്പെടുന്ന ഭാരം, പാദത്തിൻ്റെ ഭാഗത്ത് വരുന്ന നീര്, ചൊറിച്ചിൽ, കറുപ്പു നിറം അഥവാ സാധാരണ തൊലിയിൽ നിന്നുള്ള നിറവ്യത്യാസം, രാത്രി ഉണ്ടാകുന്ന മസിൽ പിടുത്തം, ഏറ്റവും അവസാനമായി കണങ്കാലിനോട് ചേർന്നുണ്ടാകുന്ന വ്രണം എന്നിവ ഘട്ടം ഘട്ടമായോ കാലക്രമേണയോ ലക്ഷണങ്ങളായി കണ്ടുവരുന്നു. എന്തൊക്കെയാണ് വെരിക്കോസ് വെയിൻ്റെ കാരണങ്ങൾ എന്ന് നോക്കാം. ഓക്സിജൻ വിതരണം കഴിഞ്ഞ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു വശത്തേക്ക് മാത്രം തുറക്കുന്ന വാൽവുകളും ചുറ്റുമുള്ള പേശികളുമാണ് ഞരമ്പുകളെ സഹായിക്കുന്നത്. എപ്പോഴാണോ വാൽവുകൾ കൃത്യമായി പ്രവർത്തിക്കാതാവുന്നത് അപ്പോൾ മുകളിലേക്ക് പോകേണ്ട രക്തം അവിടെ കെട്ടിക്കിടക്കാൻ ഇടയാകും. അത് ആ ഭാഗത്തെ മർദ്ദം വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഞരമ്പ് തടിച്ച് വീർത്ത് പിണഞ്ഞു കെട്ടുകയും ചെയ്യും. സ്ത്രീകളിലാണ് വെരിക്കോസ് വെയിൻ കൂടുതലായി കണ്ടുവരുന്നത്. ഗർഭിണികളിലും മാസമുറ അവസാനിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകളിലും മുൻ തലമുറയിൽ പാരമ്പര്യമായി ഈ രോഗമുണ്ടെങ്കിലും വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. വെരിക്കോസ് വെയിൻ വരാതിരിക്കാനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക എന്നുള്ളത് വെരിക്കോസ് വെയിൻ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പതിവായി ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും കാലിൻ്റെ പേശികൾ ചുരുങ്ങി നിവരുന്നത് ഉറപ്പുവരുത്തുകയും ചെയ്താൽ രക്തം താഴെ കെട്ടിക്കിടക്കാതെ എപ്പോഴും മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. വിദഗ്ധ വൈദ്യനിർദ്ദേശത്തോടെ മാത്രമേ എന്തൊക്കെ വ്യായാമങ്ങളിൽ ഏർപ്പെടണമെന്ന് നിശ്ചയിക്കാവൂ. വേണ്ട അളവിൽ അവരവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സമയബന്ധിതമായ കൂടുതലും കുറവും അല്ലാത്ത വ്യായാമ രീതികളാണ് പ്രയോജനപ്പെടുന്നത്. തുടർച്ചയായി നിൽക്കുന്നതും തുടർച്ചയായി ഇരിക്കുന്നതും ഒഴിവാക്കുന്നത് നല്ല ശീലമാണ്. ഈ രണ്ടവസ്ഥകളും തുടരേണ്ട സാഹചര്യത്തിൽ ഇടയ്ക്ക് ചെറിയ രീതിയിലൊന്ന് നടക്കുന്നത് വളരെയധികം നന്നാകും. പുകവലി ശീലം, അമിത മദ്യപാനം എന്നിവ ഒഴിവാക്കുക എന്നുള്ളതും വെരിക്കോസ് വെയിൻ എന്ന രോഗത്തിൻ്റെ പ്രതിരോധത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണങ്കാലിൻ്റെ സാധാരണ ചലനത്തിന് വിഘാതമുണ്ടാക്കുന്ന പാദരക്ഷകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും രോഗപ്രതിരോധത്തിന് സഹായകരമാണ്. എങ്ങനെയാണ് വെരിക്കോസ് വെയിൻ എന്ന അസുഖത്തിൻ്റെ രോഗനിർണയം എന്ന് നോക്കാം. ഇത്തരം ഘട്ടങ്ങളിൽ വൈദ്യനിർദ്ദേശം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായ ശാരീരിക പരിശോധനയിലൂടെ തന്നെ ഞരമ്പ് തടിച്ചു കാണുന്നില്ലെങ്കിൽ കൂടി വളരെ വേഗത്തിൽ രോഗനിർണയം നടത്താൻ വിദഗ്ധ ഡോക്ടർക്ക് സാധിക്കും. അത് ഉറപ്പിക്കാനായി ഡ്യൂപ്ലെക്സ് സ്കാൻ അഥവാ ശബ്ദതരംഗങ്ങളുടെ സഹായത്തോടെ കാലുകളിൽ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാൻ കൊണ്ട് സാധിക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ തന്നെ വിദഗ്ധ വൈദ്യനിർദ്ദേശം സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് വീനസ് അൾസർ എന്ന രോഗം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരു വശത്തേക്ക് മാത്രം തുറക്കുന്ന വാൽവുകളുടെ പ്രവർത്തനം സാധാരണ പോലെ നടക്കാതെ രക്തം താഴെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ആ ഭാഗത്തുള്ള മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. കുറച്ചധിക സമയം രക്തം അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് രക്തക്കട്ടകൾ ഉണ്ടാകാനും രക്തം മുകളിലേക്ക് പോകുന്നത് തടയാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഓക്സിജൻ വളരെ കുറവുള്ള കെട്ടിക്കിടക്കുന്ന രക്തം ത്വക്കിനെ ബാധിക്കുകയും കാലിൽ വ്രണമുണ്ടാവുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് വീനസ് അൾസർ എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പരിശോധിക്കാം.
അൾസറിന് തൊട്ടുമുകളിലായി അതികഠിനമായ വേദനയാണ് രോഗിയെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം. അതിനോടനുബന്ധിച്ച് നീര്, ചൊറിച്ചിൽ, കാലിന് ഭാരം അനുഭവപ്പെടുക, കാല് തൂക്കിയിടുമ്പോഴും കുറച്ച് സമയം നിൽക്കുമ്പോഴും ഉടനെ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ കാൽ ഉയർത്തി വെക്കണം എന്ന തോന്നലുണ്ടാവുക തുടങ്ങിയവ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ചില ഘട്ടങ്ങളിൽ വേദന അസഹ്യമാകുമ്പോൾ രാത്രി ഉറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാലിലെ വീനസ് അൾസർ പെട്ടെന്ന് ഉണങ്ങാനായി ആയുർവേദത്തിൽ എന്തു ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യഘട്ടത്തിൽ പരിപൂർണമായ വിശ്രമം മുറിവുണങ്ങുന്നതിന് സഹായകരമാണ്. സ്ഥിരാവേദം അഥവാ രക്തമോക്ഷം എന്ന ചികിത്സാ രീതി പെട്ടെന്ന് മുറിവുണങ്ങുന്നതിനും അതികഠിനമായ വേദന ശമിപ്പിക്കുന്നതിനും വളരെയധികം പ്രയോജനപ്രദമാണ്. ദീർഘവർഷങ്ങളായി തുടരുന്ന വ്രണത്തിൽ സ്ഥിരാവേദം ചെയ്തതിന് ശേഷം ജളൂകാവചരണം അഥവാ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന അട്ടയെ കടിപ്പിക്കുന്ന ചികിത്സാ രീതി ഫലപ്രദമാണ്. മുറിവിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും തത്ഫലമായി ആ ഭാഗത്തേക്കുള്ള ഓക്സിജൻ വിതരണവും പോഷകമൂല്യങ്ങളും ഉറപ്പുവരുത്താനും ഈ ചികിത്സാ രീതി ഗുണപ്രദമാണ് എന്ന് ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളും പുറമെ മുറിവ് ഉണങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഔഷധധാര, മരുന്ന് ലേപനം തുടങ്ങിയവയും ഫലപ്രദമാണ്. വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ പെട്ടെന്ന് മുറിവുണങ്ങാൻ സഹായകരമാണ് എന്നുള്ളതാണ് ഈ ചികിത്സാ രീതിയുടെ പ്രത്യേകത. ആവശ്യത്തിന് വേണ്ട പോഷണം ഭക്ഷണത്തിലൂടെയും വേണ്ട അളവിലുള്ള ജലപാനവും വ്രണമുണങ്ങുന്നതിന് പ്രധാനമാണ്. നൈസർഗികമായി കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുന്നത് മുറിവുണങ്ങുന്നതിന് സഹായകരമാണ്. മാംസ്യ ഭക്ഷണങ്ങളുടെ ഉപയോഗവും മുറിവ് പെട്ടെന്നുണങ്ങാൻ സഹായിക്കും. മറ്റു പല രോഗാവസ്ഥകളുമായി ബന്ധപ്പെട്ട് കാലുകളിൽ മുറിവ് വരാമെന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ രോഗനിർണയം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിദഗ്ധ വൈദ്യനെ തന്നെ സമീപിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊക്കെയാണ് വീണ്ടും വീനസ് അൾസർ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. എല്ലാ ദിവസവും വൈകുന്നേരം ചെയ്യേണ്ട വ്യായാമം വളരെയധികം പ്രധാനമാണ്. വൈകുന്നേരം ആഹാരത്തിന് തൊട്ടുമുന്നെയാണ് വ്യായാമം ചെയ്യേണ്ടത്. ആഹാരം കഴിഞ്ഞാൽ 3 മണിക്കൂറിന് ശേഷമേ വ്യായാമം ചെയ്യാവൂ. കാൽവണ്ണയിലുള്ള പേശികൾ ചുരുങ്ങുകയും നിവരുകയും ചെയ്യുന്നത് രക്തം മുകളിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കും. നിരപ്പായ സ്ഥലത്ത് വൈകുന്നേരം 20 മിനിറ്റോളം നടക്കുന്നതും ഗുണകരമാണ്. രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന തുടർച്ചയായി നിൽക്കുന്ന ആളുകൾ ഡ്യൂട്ടിക്ക് ശേഷം രാവിലെയാണ് വ്യായാമം ചെയ്യേണ്ടത്. കംപ്രഷൻ സ്റ്റോക്കിങ്സിന്റെ ശരിയായ ഉപയോഗവും വ്രണം രണ്ടാമത് വരുന്നതിനെ തടയും. പ്രമേഹം പോലുള്ള അസുഖമുള്ള രോഗികൾ അത്തരം അസുഖങ്ങളെ വരുതിയിൽ നിർത്തുക എന്നുള്ളതും രോഗപ്രതിരോധത്തിന് പ്രധാനമാണ്. കാൽ ഉയർത്തിവെച്ച് കിടക്കുക എന്നുള്ളതും ഇരിക്കുമ്പോൾ അതേ ഉയരത്തിൽ കാൽ ഉയർത്തിവെക്കുന്നതും പ്രയോജനകരമാണ്. വൈദ്യനിർദ്ദേശപ്രകാരമുള്ള യോഗാസനങ്ങൾ വളരെയധികം ഗുണപ്രദമാണ്. കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന രീതി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആളുകളിലും തൈര്, അയല, ചെമ്മീൻ, കൊഞ്ച്, കക്ക, ഞണ്ട് തുടങ്ങിയവയുടെ ഉപയോഗം വീണ്ടും വീനസ് അൾസർ ഉണ്ടാക്കുന്നതായി ചികിത്സാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ വീനസ് അൾസർ വരാതിരിക്കാനായി എന്തൊക്കെ ശ്രദ്ധിക്കാം? വെരിക്കോസ് വെയിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വിദഗ്ധ വൈദ്യനിർദ്ദേശം പാലിക്കുന്നതാണ് അടുത്ത ഘട്ടത്തിലേക്ക് രോഗം കൂടാതിരിക്കാനായി നല്ലത്. അത്തരം നിർദ്ദേശങ്ങൾ തുടർച്ചയായി പാലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാൽ 15 സെന്റിമീറ്റർ ഉയർത്തിവെച്ച് കിടക്കുക. ഇരുന്ന് ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും കാൽ ഉയർത്തിവെച്ചിരിക്കാൻ പറ്റുമ്പോൾ അങ്ങനെ ചെയ്യുക. വൈകുന്നേരം കാൽവണ്ണയിലെ പേശികൾ ചുരുങ്ങുകയും നിവരുകയും ചെയ്യുന്ന വ്യായാമങ്ങൾ പാലിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. കല്ല്, മുള്ള്, വാതിൽ, മേശ തുടങ്ങിയ ഭാഗങ്ങളിൽ കണങ്കാൽ മുട്ടി മുറിവ് വരാതിരിക്കാനായി ശ്രദ്ധിക്കുക തുടങ്ങിയവ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ, വീനസ് അൾസർ തുടങ്ങിയവയെ പ്രതിരോധിക്കണമെന്ന് പറയാൻ കാരണം എന്ന് നോക്കാം. നിലവിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ടു വരുന്ന അസുഖം എന്ന നിലയിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പ്രയോജനം ചികിത്സയിലൂടെ ലഭിക്കുന്നില്ല. പലപ്പോഴും വീണ്ടും വരുന്നു എന്നുള്ളതാണ് വെരിക്കോസ് വെയിൻ, വീനസ് അൾസർ തുടങ്ങിയ രോഗങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ ഉള്ള രോഗികൾ വീനസ് അൾസർ വരാതിരിക്കാനായി ഉള്ള പ്രതിരോധവും വീനസ് അൾസർ ഉണങ്ങിയ രോഗികൾ രണ്ടാമത് വീണ്ടും മുറിവ് ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ രീതികളും തുടരുക എന്നുള്ളത് പ്രധാനമാണ്. രോഗപ്രതിരോധം തന്നെയാണ് എളുപ്പമായിട്ടുള്ള കാര്യം. അതിനുവേണ്ടി കൃത്യമായ വൈദ്യനിർദ്ദേശവും എപ്പോഴും തുടരേണ്ട പഥ്യവും പ്രധാനമാണ്. എന്താണ് വീനസ് അൾസർ? ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.